ഹായ് ഡിയേഴ്സ്, ഒത്തിരി നാളായല്ലേ ഞാനൊരു കുട്ടി വ്ളോഗ് ചെയ്തിട്ട്. രാവിലെ ഉറക്കമൊക്കെ എണ്ണീറ്റ് വന്നപ്പോൾ നമ്മുടെ റോക്കിക്കുട്ടൻ ഇങ്ങനെ എന്നെ നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഒരു ചെറിയ കട്ടൻ ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ കട്ടൻ ചായയൊക്കെ കുടിച്ച് പുറത്തേക്ക് ഒന്ന് ഇറങ്ങി നോക്കിയപ്പോൾ അയ്യോ, ഞാൻ തന്നെ ഞെട്ടിപ്പോയി. അമ്മാതിരി കിടക്കുന്നുണ്ട് മുറ്റവും പറമ്പും മുഴുവനും. പിന്നെ എന്താണ്, അതിൻ്റെ പുറകെ അങ്ങ് തിരിഞ്ഞു. കാരണം ഇന്ന് പള്ളി രാവിലെ പോയില്ല. ഇന്ന് ഞാൻ പാതിര കുർബാന ആയതുകൊണ്ട് രാവിലെ സമയം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് രാവിലെ അങ്ങ് വീട്ടിലെ പറമ്പും ബാക്കിയുള്ള ക്ലീനിങ് പരിപാടികളൊക്കെ അങ്ങ് നടത്തിയേക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് കംപ്ലീറ്റ് ഞാൻ അതിൻ്റെ പുറകെ ആയിരുന്നു കേട്ടോ. നമ്മുടെ ഇവിടുത്തെ ആ ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വലായിട്ടൊരു വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഒത്തിരി ചെടികളുണ്ട് കേട്ടോ, ഒരുപാട് മരങ്ങളും മീൻസ് മാവ്, അതുപോലെ തന്നെ നല്ല നല്ല കുഞ്ഞു കുഞ്ഞു ചെടികൾ. ഞാനാണെങ്കിൽ മണി പ്ലാന്റ്സ് ഒക്കെ ഓൾറെഡി വളർത്തുന്നുണ്ട്. എന്നെ അറിയാവുന്നവർക്ക് അറിയാം, ഞാനൊരു ചെടിപ്രാന്തിയാണ്. പക്ഷേ ഇവിടെ അത്രയും ചെടികളൊന്നുമില്ല, എന്നാലും എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ജാമ്പയ്ക്ക മരം, അതുപോലെ വരിക്കച്ചക്ക, അതിലൊരു 5-6 ചക്ക ഉണ്ട് കേട്ടോ. വരിക്കച്ചക്ക, മാവ്, പിന്നെ എല്ലാം ഉണ്ട് കേട്ടോ. മുരിങ്ങ, വട്ടയിലൊക്കെ ഉണ്ടാക്കണം അത്, പിന്നെ എല്ലാം ഒരുപാട്. നമുക്ക് വാഴ, എനിക്ക് ഈ ചെടികളെല്ലാം എന്തൊക്കെയാണെന്ന് അറിയത്തില്ല കേട്ടോ. എങ്ങനെ എല്ലാം ഉണ്ട്. വയണ, പിന്നെ അതുപോലെ തന്നെ നല്ല കറിവേപ്പില, പിന്നെ നമ്മുടെ വയണയപ്പം ഉണ്ടാക്കണ ആ ഒരു വയണയില, പിന്നെ ഒരു ചെറിയ കുറ്റുമുല്ലയുണ്ട് കേട്ടോ. ആ കുറ്റുമുല്ലിനെ ഞാൻ ഒരുവിധമൊക്കെ ചെറുതായിട്ട് സംരക്ഷിച്ചിട്ടുണ്ട്. ഇപ്പോൾ വേനലായതുകൊണ്ടായിരിക്കും അതങ്ങോട്ട് പൊന്തി വരണില്ല. എന്നാലും വരെ ഞാൻ ഇന്ന് സംരക്ഷിക്കാറുണ്ട്. പിന്നെ വേപ്പുണ്ട്, ആര്യവേപ്പുണ്ട്. ഇതെല്ലാം ഈ തൊടിക്കകത്തുള്ളതാണ് കേട്ടോ. 10 സെൻറ്റിനകത്തുള്ളതാണ് ഈ സ്ഥലങ്ങളെല്ലാവേ. ഇതെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ വീർത്ത് കുളിച്ചൊരു പരുവായി. ആഫ്റ്റർ ഇതെല്ലാം ചെയ്തതിന് ശേഷം പറമ്പ് കിടക്കുന്നതെന്ന് കാണിച്ചു തരാം. കംപ്ലീറ്റും ഞാൻ തൂത്തുവാരി എല്ലാം നീറ്റാക്കി എന്നിട്ട് ഞാൻ അവിടെ കൊണ്ടുവന്ന് എല്ലാം തീയിട്ടു കേട്ടോ. കറിയെല്ലാം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. കാരണം ഇല കൊഴിയുന്ന സമയമായതുകൊണ്ട് ഇത്രയും മരങ്ങൾ ഈ തൊടിയിൽ നിൽക്കുന്നത് കാരണവും അത്രയ്ക്കും കരിയിലയാണ്. ഈ കോൺക്രീറ്റ് ഇട്ട തറയിൽ പോലും മൊത്തം കരിയിലയാണ് കേട്ടോ. ഫ്രണ്ടേജെല്ലാം ഇതുപോലെ ഇൻ്റർലോക്ക് ഇട്ടിട്ടുണ്ട്, എന്നാലും അവിടെ എല്ലാം കംപ്ലീറ്റ് കരിയിലകളാണ്. പിന്നെ അതുപോലെ നമ്മുടെ റോക്കിക്കുട്ടന് വേണ്ടിയിട്ട് പണിത കൂടാ. അൺഫോർച്ചുനേറ്റ്ലി ആ പൈസ വേസ്റ്റ് ആയിപ്പോയി ഗൈസ്. ബിക്കോസ് അവൻ ആ കൂട്ടിൽ കയറേയില്ല. അതിൻ്റെ ശോചനീയമായ അവസ്ഥ ഇപ്പോൾ ഇങ്ങനെയാണ്. അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നാളത്തേക്കുള്ള വിറക്, കാരണം മമ്മി ഇല്ല മോംസ് കാട്ടിൽ ഒരാഴ്ചത്തേക്ക്. പക്ഷേ എനിക്ക് നടത്തിയല്ലേ പറ്റുള്ളൂ, കാരണം ഇത്രയും ആൾക്കാർ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ വിറകൊക്കെ എടുത്ത് വെച്ചിട്ട് മഴയൊക്കെ പെയ്യുന്ന പറഞ്ഞാൽ അതെല്ലാം നല്ലപോലെ ടാർപ്പിട്ടങ്ങ് മൂടി വെച്ചേ. അന്നേരം ഉണ്ട് എൻ്റെ റോക്കിക്കുട്ടൻ ഇങ്ങനെ അവൻ്റെ കൂടിൻ്റെ കാര്യം പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ ചെരിഞ്ഞ് നോക്കുന്നു. അമ്മയ്ക്ക് അറിയത്തില്ല ഞാൻ കൂട്ടി കയറത്തില്ല എന്ന്. അമ്മയുടെ കൂടെ അല്ലേ ഞാൻ കിടക്കുകയുള്ളൂ, ഞാനൊന്നും കൂട്ടി കയറത്തില്ല എന്നുള്ള മട്ടിൽ അവൻ അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ തുണി കുറേ ഉണ്ടായിരുന്നു മോങ്കുട്ടൻ്റെ, അങ്ങനെ വാഷിംഗ് മെഷീനിലേക്ക് എടുത്തിട്ടു. അത് കഴിഞ്ഞപ്പോൾ ഉണ്ട് നമ്മുടെ ബാക്കിൽ മോംസ് കാട്ടിൽ കഞ്ഞി വെക്കുന്ന സ്ഥലമാണ് കേട്ടോ. നമ്മുടെ വർക്ക് ഏരിയൻ്റെ ബാക്കിൽ ചെറിയൊരു കോൺക്രീറ്റ് സ്ഥലത്ത് തന്നെ മമ്മി സെറ്റ് ചെയ്തതാണ് ഇങ്ങനെ ഒരു അടുപ്പ്, കാരണം ഗ്യാസ് അത്രയും ലാഭിക്കാമല്ലോ. അങ്ങനെ അപ്പോൾ അവിടെ എല്ലാം ചാരമെല്ലാം വാരി, കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചെയ്തതിൻ്റെ ചാരം ഉണ്ടായിരുന്നേ. അപ്പോൾ ആ ചാരമെല്ലാം അതൊക്കെ ഒരു നൊസ്റ്റാൾജിയാണ്. പണ്ട് കാലത്ത് എൻ്റെ അമ്മാമ്മയൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് കണ്ട് ഞങ്ങൾ ഇഷ്ടംപോലെ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലൊക്കെ ചാരമെല്ലാം വാരി കഴിഞ്ഞപ്പോൾ അടുപ്പ് ഒരുവിധം എന്നാൽ കഴിയുന്ന വിധത്തിൽ ഞാനൊന്ന് ക്ലീൻ ചെയ്തൊക്കെ ഇട്ടു. അപ്പോഴത്തേക്കും നമ്മുടെ മെഷീനിലെ തുണികളെല്ലാം വാഷായിട്ടൊക്കെ സെറ്റായി. അപ്പോൾ പണ്ടൊക്കെ അമ്മാമ്മയൊക്കെ ഈ അടുപ്പിൽ ചാണകം വഴി അടുപ്പിലല്ലായിരുന്നോ നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഫുഡൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു നൊസ്റ്റാൾജിക് ഫീലിങ്. പിന്നെ അതെല്ലാം വിരിച്ചിട്ടു, അയൽ വിരിച്ചെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ ചട്ടിയിലായിരുന്നു മീൻകറി. അതിപ്പോൾ 4ാമത്തെ തവണ ഞാനിത് വറ്റിച്ചെടുക്കുന്നത്. എനിക്ക് എത്ര ബിരിയാണി ഉണ്ടെങ്കിലും ഇച്ചിരി മീൻകറി ഇല്ലാണ്ട് പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആ ബിരിയാണി ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ ആ ചട്ടീനെ അങ്ങ് വറ്റിച്ചെടുത്ത്, ചൂര മീനായിരുന്നേ. അത് കഴിഞ്ഞേച്ച് ഞാൻ നമ്മുടെ ഈ പെരക്കകം എല്ലാം ഒന്ന് തൂത്ത് നല്ല നീറ്റായിട്ടൊന്ന് തുടയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ എല്ലായിടവും നല്ല ഒത്തിരി നാളായില്ല ഇപ്പം എന്താ ഗ്രാസ് ഓയിലൊക്കെ ഇട്ട് നല്ല നീറ്റായിട്ട് ഞാൻ തൂത്ത് തുടച്ചു. കാരണം അല്ലെങ്കിൽ എനിക്ക് സമയം കിട്ടത്തില്ലല്ലോ ഇതൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട്. അതെല്ലാം കഴിഞ്ഞപ്പോൾ ഉണ്ട് എൻ്റെ റോക്കിക്കുട്ടൻ വന്ന് സുഖമായിട്ട് അവിടെ കിടന്നെങ്കിൽ ചപ്പിക്കിടന്നു കേട്ടോ. കാരണം അവന് വൃത്തിയാക്കിയപ്പോൾ നല്ല തണുപ്പ്, അങ്ങനെ അവൻ കയറിയെങ്കിൽ കിടന്നു. അത് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസത്തെ കഴുകിയിട്ട തുണികളെല്ലാം കൂടി ഒരു ലോഡ് ഉണ്ടായിരുന്നു. പിന്നെ അതെല്ലാം മടക്കി എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ മോൻകുട്ടൻ വന്നു. ഈസ്റ്ററായിട്ട് ഞാനും എൻ്റെ മോൻകുട്ടനും മാത്രമേ ഉള്ളായിരുന്നു. ഞാനും മോൻകുട്ടനും മാത്രം ആയതുകൊണ്ട് ഞങ്ങൾ ഒരു കൊച്ചു മട്ടൻ ബിരിയാണി വാങ്ങിച്ച് ഷെയർ ചെയ്ത് അങ്ങോട്ട് കഴിച്ചു. പിന്നെ എല്ലാം ഫൈനൽ നീറ്റൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് എൻ്റെ ബെഡ്റൂമാണ് കേട്ടോ. എൻ്റെ അല്ലുക്കുട്ടൻ്റെയാണ്. അല്ലുക്കുട്ടൻ അമ്മാമ്മയുടെ കൂടെ ട്രിവാൻഡ്രത്തേക്ക് വിട്ടു. ഇതെൻ്റെ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ റൂമുകളൊക്കെ അറിയാവുന്നതാണ്. ഇതെൻ്റെ അമ്മാമ്മ കിടക്കുന്നത്, അമ്മാമ്മ പക്ഷേ എൻ്റെ മമ്മി കിടക്കുന്ന റൂമാണ്, അല്ലുക്കുട്ടൻ്റെ അമ്മാമ്മ കിടക്കുന്ന റൂം. പിന്നെ ഞങ്ങളുടെ ഹാള്, നമ്മൾ കയറി വരുന്നിടത്തെ ഹാളാണിത്. എല്ലാം കഴിഞ്ഞപ്പം രാജാവിനെ പോലെ എൻ്റെ റോക്കിക്കുട്ടൻ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇതെൻ്റെ ഹാളാണ്. എല്ലാവർക്കും മോസ്റ്റ്ലി എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം, കാരണം എൻ്റെ ലീലാവിലാസങ്ങളൊക്കെ ഈ ഹാളിനുള്ളിലാണല്ലോ രാവിലെ തൊട്ട് ഞാൻ ഈ കാണിക്കുന്നത്. നിങ്ങൾക്ക് അറിയാവുന്നതാണ് മോസ്റ്റ്ലി ആൾക്കാർക്ക്. പിന്നെ എൻ്റെ അലകുട്ടൻ്റെ ഒരു കുഞ്ഞു റൂമാണ്. ഇവരുടെ പണ്ടത്തെ സ്റ്റോർ റൂമായിരുന്നു. അവൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, അപ്പോൾ അവൻ അങ്ങനെ ആ റൂമിലേക്കാണ് അവൻ താമസിക്കുന്നത്.
കിടക്കുന്നത്. പിന്നെ ആ ഒരു കുഞ്ഞടുക്കള, ആ അടുക്കളയിൽ എന്നാൽ കഴിയുന്ന വിധത്തിലൊക്കെ ഞാൻ മാക്സിമം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇത് പിന്നെ ഞങ്ങളുടെ വർക്ക് ഏരിയ ആണ്, ബാക്കിലുള്ള വർക്ക് ഏരിയ ആണ്. അവിടെയൊക്കെ എല്ലാം നീറ്റാക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ മോൻകുട്ടൻ റോക്കിക്കുട്ടൻ വന്നിട്ട് ഇതാ കണ്ടോ എൻ്റെ കൈ പിടിച്ചിട്ട് അമ്മ ഇത്രയും എല്ലാം ചെയ്തില്ലേ, എന്നാൽ ഇനി നമുക്കങ്ങ് ടാറ്റ പോയാലോ എന്ന് പറഞ്ഞിട്ട് ഇതാ നടക്കുക. കണ്ടോ, ഇതാണ് എൻ്റെ റോക്കിക്കുട്ടൻ. അപ്പോൾ എൻ്റെ ഈസ്റ്റർ ദിനം ഞാനും എൻ്റെ റോക്കിക്കുട്ടനും എൻ്റെ മോൻകുട്ടനും കൂടി അടിച്ച് പൊളിച്ചു ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ ആൻഡ് ഹാപ്പി സൺഡേ.